Welcome 7th standard children. I am starting with a new lesson in geography. That's the fourth lesson, that is air. That is the fourth lesson. Now everybody knows that, isn't it? Our earth is surrounded by a blanket of air. That is called what? Atmosphere. അല്ലേ? നമ്മൾ ഏർത്തിൻ്റെ ചുറ്റും ഒരു ബ്ലാങ്കറ്റ്, നന്ന ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഏർത്തിൻ്റെ ചുറ്റും ഒരു ബ്ലാങ്കറ്റ് ഓഫ് എയർ. അതിനാണ് we call what? For that we'll call what? Atmosphere. The earth is surrounded by a blanket of air, that is called what? Atmosphere. അപ്പം നമുക്ക് നോക്കാം, അറ്റ്മോസ്ഫിയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ഹാംഫുൾ റേസ് ഓഫ് ദ സണ്ണിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ, ഇപ്പോൾ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ നമ്മൾ ആ സ്കോച്ചിങ് വെയിലിൻ്റെ ചൂടിനെ കൊണ്ട് നമ്മൾ ശരിക്കും ബേണായി പോവും. അതേമാതിരി രാത്രിത്തെ തണുപ്പിനെ കൊണ്ടും രാത്രിത്തെ. സോ ബിക്കോസ് ദ അറ്റ്മോസ്ഫിയർ ഇസ് പ്രൊട്ടക്റ്റിംഗ് അസ് ഫ്രം ദ സ്കോച്ചിങ് ഹീറ്റ് ആൻഡ് ഫ്രം ദ കോൾഡ്. So that atmosphere. So there are, now you have to understand what is composition of the atmosphere. Composition of the atmosphere. ഈ അറ്റ്മോസ്ഫിയറിനകത്ത് എന്തൊക്കെ എയർ ആണുള്ളത്, ഗ്യാസ് ഉള്ളത്. വിൽ ഫൈൻഡ് ഔട്ട് ദാറ്റ് ദർ ആർ മെനി ഗ്യാസസ്. എന്തൊക്കെ ഗ്യാസസ് ആണ്, അതാണ് കോമ്പസിഷൻ ഓഫ് ദി എയർ. നൗ ഐ ഹവ് ഡ്രോൺ ഹിയർ, കണ്ടോ, ഐ ഹവ് ഡ്രോൺ ഹിയർ ദിസ് എർത്ത്. അപ്പോൾ എർത്തിൻ്റെ 78% നൈട്രജൻ, കണ്ടോ, 3/4 നൈട്രജനാണ്. കൂടുതൽ ഏത് ഗ്യാസാണ്? നൈട്രജൻ. ദെൻ 21% ഓക്സിജൻ, കണ്ടോ, ഓക്സിജൻ 21%, കൂടുതൽ നൈട്രജനാണ്. പിന്നെ ചെറിയൊരു ഭാഗം, അതായത് 0.03% ആണ് കാർബൺ ഡയോക്സൈഡ്. പിന്നെ ആർഗൻ ആ ഒരു ഗ്യാസാണ് 0.93%. അതേമാതിരി അതർ ഗ്യാസസ് തന്നെ ഹീലിയം, ഓസോൺ, ഹൈഡ്രജൻ, അതർ ഗ്യാസസ്, അതൊക്കെ 0.04%. കണ്ടോ, അപ്പോൾ ഇത്രയാണ് എർത്തിൻ്റെ അകത്തുള്ളത്. കൂടുതൽ നൈട്രജൻ, പിന്നെ അതിൻ്റെ കുറച്ച് കുറവ് ഓക്സിജൻ, ദെൻ കാർബൺ ഡയോക്സൈഡ്, ദെൻ ആർഗൻ ആൻഡ് അതർ ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ, ഓസോൺ, ഹീലിയം. അപ്പോൾ അതാണ് കോമ്പസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. Now you all know that we require what? Oxygen, isn't it? We take in oxygen and gives out carbon dioxide. But what about the plants? Plants in the process of that photosynthesis, the plants use this carbon dioxide and gives out oxygen. അപ്പോൾ ഇതെല്ലാം ഒരു ബാലൻസ് ആണ് എർത്തിൻ്റെ അകത്ത്. കൂടുതലൊന്നുമില്ല, എല്ലാം ഒരു ബാലൻസ്. നമ്മൾ കൊടുക്കുന്ന കാർബൺ ഡയോക്സൈഡ് അത് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നു, പ്ലാന്റ്സ് അത് യൂസ് ചെയ്തിട്ട് ഓക്സിജൻ വിടുന്നു. ആ ഓക്സിജൻ നമ്മൾ ആനിമൽസ്, ഹ്യൂമൻ ബീങ്സ് അത് എടുക്കുന്നു. അതാണ് ഒരു ബാലൻസ് വി ആർ കീപ്പിംഗ് അപ്പ്, isn't it? ബട്ട് നൈട്രജൻ, കൂടുതൽ നൈട്രജൻ. അപ്പം നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പം അതിൻ്റെ കൂടെ നൈട്രജൻ എടുക്കുന്നുണ്ടാവും, നമ്മൾ പുറത്തേക്ക് വിടുന്നു, അത്ര തന്നെ. പക്ഷെ നൈട്രജൻ നമുക്ക് ആവശ്യമില്ല. പക്ഷെ ആർക്കാണ് ആവശ്യം? ഈ പ്ലാന്റ്സിനാണ് ആവശ്യം നൈട്രജൻ. പക്ഷെ നൈട്രജൻ പ്ലാന്റ്സിന് നേരിട്ടിട്ട് എടുക്കാൻ പറ്റൂല, എയർ കൂടെ നേരിട്ടിട്ട് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ the roots or some bacteria in the soil helps the plants to take in nitrogen. ആ റൂട്ട് കൂടെ നൈട്രജൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ നേരിട്ടിട്ട് ഫ്രം ദി എയർ the plants cannot take nitrogen. അപ്പോൾ പ്ലാന്റ്സിന് ഇമ്പോർട്ടൻ്റ് ആണ് നൈട്രജൻ. Now you know, ഫസ്റ്റ് പ്ലെൻറ്റിഫുൾ ഗ്യാസ് ആണ് നൈട്രജൻ. പിന്നെ സെക്കൻഡ് ഏതാണ്? ഓക്സിജൻ ആണ്. സോ യു ആൾ നോ ദാറ്റ് അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക ബാലൻസ് ഓക്സിജൻ. നൗ കാർബൺ ഡയോക്സൈഡ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഗ്യാസ്. അല്ലേ, കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്നു, നമ്മളെ വേസ്റ്റ് ആയിട്ട്. അതേമാതിരി ആ കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് എടുക്കുന്നു. നൗ യു നോ, അപ്പോൾ ഇതൊക്കെ ബാലൻസ് കീപ്പപ്പ് ചെയ്യണം. അപ്പം ഈ ബാലൻസ് എങ്ങനെ നഷ്ടപ്പെടുക? ബിക്കോസ് ഓഫ് ബേണിംഗ് ഓഫ് ഫ്യൂവൽസ്. ഈ ഓയിൽ ഒക്കെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ, കോൾ, ഇതൊക്കെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് വരും. ആ കാർബൺ ഡയോക്സൈഡാണ് വെതറിനെയും ക്ലൈമറ്റിനെയും ഒക്കെ എഫക്റ്റ് ആക്കുക. അതാണ് ഇപ്പം അങ്ങനെ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് വരുന്നതിനെ കൊണ്ടാണ് നമ്മൾ ക്ലൈമറ്റിനാകെ മാറുന്നത്. ചിലപ്പോൾ മഴ കുറവ്, ചിലപ്പോൾ മഴ കൂടുതൽ, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ക്ലൈമറ്റിൻ്റെ ചേഞ്ച്, വെതറിൻ്റെ ചേഞ്ചൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ബാലൻസ് പോകുമ്പോഴാണ്. This balance in the atmosphere. So you know what is, so now I explained what is composition of the
atmosphere. Now what is composition of the atmosphere? Nitrogen, അത് കൂടുതലുണ്ട് 78%. Then the second oxygen, അത് 21%. Then carbon dioxide, argon, then other gases. ഇതൊക്കെയാണ് composition of the atmosphere. Now next we'll go to the structure of the atmosphere. Structure of the atmosphere അത് കുറേ ഉണ്ട്. ഏറ്റവും നമ്മൾ എർത്തിൻ്റെ അടുത്തുള്ളത് ട്രോപ്പോസ്ഫിയർ. Now when you look into the textbook you can troposphere. ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ മേലെ കിടക്കുന്നത് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അതിൻ്റെയും മേലെ കിടക്കുന്നത് മെസോസ്ഫിയർ. മെസോസ്ഫിയറിൻ്റെ നേരെ മേലെ കിടക്കുന്നത് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെയും മേലെ കിടക്കുന്നതാണ് എക്സോസ്ഫിയർ. കണ്ടോ? അപ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. അതാണ്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിലാണ് നമ്മളൊക്കെ. കണ്ടോ? നമ്മളൊക്കെ ട്രോപ്പോസ്ഫിയർ, അതായത് എർത്തിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് 13 കിലോമീറ്റേഴ്സാണ് ഉണ്ടാവുക. അപ് ടു 13 കിലോമീറ്റേഴ്സ് ട്രോപ്പോസ്ഫിയർ ഉണ്ടാവുക. 13 കിലോമീറ്റേഴ്സ് വരെ ഉണ്ടാവുള്ളൂ ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിനകത്ത് എന്തൊക്കെയാണുള്ളത്? നമുക്ക് കിട്ടുന്ന ഓക്സിജൻ അവിടെ നിന്നാണ് കിട്ടുന്നത്. ദ എയർ വി ബ്രീത്ത് എക്സിസ്റ്റ് ചെയ്യുക. കണ്ടോ? നമുക്ക് ഈ ട്രോപ്പോസ്ഫിയർ നിന്നാണ് ഓക്സിജൻ കിട്ടുന്നത്. ഓൾമോസ്റ്റ് ഓൾ, അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ നിന്നാണ് നമുക്ക് ഓക്സിജൻ കിട്ടുന്നത്, ട്രോപ്പോസ്ഫിയർ. പിന്നെ റെയിൻഫോൾ, ഫോഗ്, ഹെയിൽ സ്റ്റോം, ഇതൊക്കെ ഈ ട്രോപ്പോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. ഫോഗ്, ഇതൊക്കെ പിന്നെ ക്ലൗഡ്സ്, ഫോഗ്, പിന്നെ റെയിൻഫോൾ, ഇതൊക്കെ സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറാണ്. പിന്നെ ട്രോപ്പോസ്ഫിയറിൻ്റെ മേലെയാണ് വരുന്നത് വാട്ട്? സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അവിടെ 50 കിലോമീറ്റേഴ്സ്. അപ്പോൾ 13 കിലോമീറ്റേഴ്സ് ആണ് ട്രോപ്പോസ്ഫിയർ. പിന്നെ 50 കിലോമീറ്റേഴ്സ് വരെ എന്താ വരുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് പ്ലെയിനൊക്കെ ഓടുന്നത്. അപ്പോൾ ഈ പ്ലെയിനൊക്കെ ഓടുന്നു. അപ്പോൾ ഇവിടെ ഈ പിന്നെ നമ്മളെ ക്ലൈമറ്റ് ഒന്നും ബാധിക്കില്ല. ഈ ഭാഗം വരുന്നത് ഈ 50 കിലോമീറ്റർ സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ പ്ലെയിൻ അതാണ് സ്മൂത്തായിട്ട് പോകുന്നത്. എന്ത് ക്ലൈമറ്റ് ഇതാണെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യില്ല. കണ്ടോ? വെതർ ഒന്നും അതിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ സ്ട്രാറ്റോസ്ഫിയർ കൂടെയാണ് പ്ലെയിൻ പോവുക. പിന്നെ അപ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓസോൺ ലെയർ കണ്ടെയ്ൻ ചെയ്യുന്നത് ആ സ്ട്രാറ്റോസ്ഫിയറാണ്. അത് ഈ നിങ്ങൾക്കൊക്കെ അറിയാം, ഈ ഓസോൺ ലെയർ ഓഫ് ഓസോൺ ഗ്യാസ് വി ഹാവ് ലേൺഡ് ഇറ്റ് പ്രൊട്ടക്ട് us ഫ്രം ദ ഹാംഫുൾ എഫക്റ്റ് ഓഫ് ദ സൺ. അപ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് പ്ലെയിൻ ഒക്കെ പറക്കുക. പിന്നെ ഈ സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞാൽ എന്താണ്? മെസോസ്ഫിയർ. മെസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 80 കിലോമീറ്റേഴ്സ്, ഇവിടുന്ന് അങ്ങോട്ട് 80 കിലോമീറ്റേഴ്സ് മെസോസ്ഫിയർ ആണ്. ഈ മെസോസ്ഫിയറിൽ വേറെ ഒന്നും കാണില്ല, വെറും മീറ്റിയോറൈറ്റ്സ് ഒക്കെ കാണുള്ളൂ. മീറ്റിയോറൈറ്റ്സ്, അതൊക്കെ കോമറ്റ്സ്, മീറ്റിയോറൈറ്റ്സ് ഒക്കെ മെസോസ്ഫിയർ. പിന്നെ കിടക്കുന്നതാണ് തെർമോസ്ഫിയർ. ആ തെർമോസ്ഫിയറിലാണ് അയോൺസ്ഫിയർ എന്ന് പറയുന്ന ഒരു ലെയറും ഉള്ളത്. പക്ഷെ അവിടെയാണ് നമ്മൾ ഈ റേഡിയോ വേവ്സ് ഒക്കെ, ഈ മെസ്സേജ് റേഡിയോ വേവ്സ് ഒക്കെ അവിടെ നിന്നാണ് നേരെ ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ റേഡിയോ വേവ്സും എനിക്ക് തോന്നുന്നു ഈ പിന്നെ സാറ്റലൈറ്റ് നമ്മൾ വേവ്സ് ഒക്കെ, ടെലിവിഷൻ, ആ വേവ്സ് ഒക്കെ നേരെ പോവുക എവിടെയാണ്? ഈ തെർമോസ്ഫിയറിൽ വരെ. തെർമോസ്ഫിയറിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരിക ചെയ്യാം. കണ്ടോ? ദിസ് ലെയർ ഹെൽപ്സ് ഇൻ റേഡിയോ ട്രാൻസ്മിഷൻ. ഇൻ റേഡിയോ വേവ്സ് ഫ്രം ദ എർത്ത് ആർ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ എർത്ത് ബൈ ദിസ് ലെയർ. അപ്പോൾ ഏത് ലെയറാണ് റേഡിയോ ട്രാൻസ്മിഷൻ ഹെൽപ്പ് ചെയ്യുന്നത്? തെർമോസ്ഫിയർ. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് എക്സോസ്ഫിയർ. ഈ എക്സോസ്ഫിയറിൽ അത് തിൻ എയറാണ്. അവിടെ ഒന്നും ഓക്സിജൻ ഒന്നും കാണുക തന്നെ ഇല്ല. അവിടെയാണ് ഹീലിയം, ഹൈഡ്രജൻ ഒക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അങ്ങോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഗ്രാവിറ്റേഷണൽ പുൾ തന്നെ ഉണ്ടാവില്ല, നമ്മളൊക്കെ ഫ്ലോട്ട് ചെയ്യുക. അവിടെയാണ് ഹീലിയം ആൻഡ് ഹൈഡ്രജൻ. സോ ദീസ് ആർ ദ വേരിയസ് structure of the atmosphere. So which is the first one? Troposphere. Troposphere കഴിഞ്ഞാൽ വേറെ എന്താ വരുന്നത്? Stratosphere. Stratosphere കഴിഞ്ഞാൽ Mesosphere, then Thermosphere, then comes Exosphere, children. So up to this you all read and understand the lesson and get prepared to listen to the next video. Okay children, thank you.